ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ CBSE 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്താണെന്നാണ്. ഓക്കെ, നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനുള്ള ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം അതിൽ വരുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് അഥവാ കൗണ്ടിങ് നമ്പേഴ്സ്. ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ്. കൗണ്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. 1 2 3 4 എക്സെട്ര. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ W വെച്ചിട്ടാണ്. നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് തന്നെ അതിൻ്റെ കൂടെ എന്താ ഒരു 0 ഇൻക്ലൂഡിങ് ആവും. അപ്പോൾ 0 1 2 3 4 എക്സെട്ര അതാണ് എന്ത് ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റായിട്ട് വരിക. ഇനി അടുത്തത് വരുന്നത് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിൻ്റെ കളക്ഷനെ നമ്മൾ സെഡ് ആൽഫബറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ ഹോൾ നമ്പേഴ്സും അതേപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും വരും. 0 1 2 3 എക്സെട്ര അങ്ങനെ ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റും വരും. -1 -2 -3 എക്സെട്ര എന്നുള്ള നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും കൂടെ കളക്ഷനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഡിനോമിനേറ്റർ Q ≠ 0 ആയിരിക്കണം. റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ Q ആണ്. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2/3 -1/2 6. 6നെ നമുക്ക് എങ്ങനെയാണ് റാഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? 6നെ നമുക്ക് 6/1 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ 6ഉം 1ഉം ഇൻറ്റിജർ ആണ്. 1 ≠ 0 ആണല്ലോ, അതായത് ഡിനോമിനേറ്റർ 0 ആവുന്നില്ല. അപ്പോൾ എന്താ 6നെ നമുക്ക് റാഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ 0നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 0നെ എങ്ങനെ എഴുതാം? 0/1 അല്ലെങ്കിൽ 0/2 0/3 അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 0 എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. -1 എടുക്കാം. ഓക്കെ, -1 ഒരു ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? -1 നമുക്ക് -1/1 എന്ന് എഴുതാം. അപ്പോൾ അതും എന്താണ്? റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് വൺ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പർ അല്ലാത്തതിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. എ നമ്പർ ഇറ്റ് cannot be expressed in the form P/Q where P and Q are integers and Q not equal to 0. √2 √3 π √15 അതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കളക്ഷനെയാണ് എന്ത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ R വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് എക്സാമ്പിളായിട്ട് 2 -2 0 √2 π -1/2 ഒക്കെ എന്തെഴുതാം? റിയൽ നമ്പേഴ്സിന് എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം എക്സാമ്പിളായിട്ട്, ഇൻഡിജേഴ്സ് കൊടുക്കാം, റാഷണൽസ് ഇറാഷണൽസ് ഒക്കെ റിയൽ നമ്പേഴ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. Are the following statements true or false? Give reasons for your answer. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, എവറി ഹോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആണ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? 0 1 2 3 എക്സെട്ര. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 എക്സെട്ര. അപ്പോൾ ഇവിടെ ഹോൾ നമ്പറിൽ 0 വരുന്നുണ്ട് അല്ലേ? 0 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പർ അല്ലല്ലോ. അല്ല, കൗണ്ടിങ് നമ്പേഴ്സായിട്ട് 0 നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ എന്താണ്? എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. 0 ഒരു ഹോൾ നമ്പർ ആണ്, പക്ഷേ ഇതെന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ റീസൺ എങ്ങനെ എഴുതാം? 0 ഈസ് എ ഹോൾ നമ്പർ ബട്ട് നോട്ട് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിട്ടാണ് വരിക. എവറി ഇൻറ്റിജർ ഈസ് എ റാഷണൽ നമ്പർ. എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് അതൊന്ന് ചെയ്തു നോക്കാം. -2നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? -2/1 എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. 0 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. 0നെ 0/1 അല്ലെങ്കിൽ 0/2 അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. -1നെ എടുക്കുകയാണെങ്കിൽ -1നെ -1/1 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി 1 ആണ് എടുക്കുന്നതെങ്കിൽ 1നെ 1/1 എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഓരോ ഇൻറ്റിജറിനെ എടുക്കുമ്പോഴേ നമുക്ക് റാഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എവറി റാഷണൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. എല്ലാ റാഷണൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ്, അത് ഇൻറ്റിജർ ആണ്. ഓക്കെ, പക്ഷേ അതല്ലാതെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/5 എടുത്തു. 3/5 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്, പക്ഷെ അത് ഇൻറ്റിജർ ആണോ? അല്ല.
ഇൻറ്റിജർ അല്ല. 3/5 എന്ന് പറയുന്നത് ഇൻറ്റിജർ അല്ല. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് റീസൺ എഴുതിയാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്